ലായോറോണയെ പോലും പേടിയില്ലാത്ത മെക്സിക്കൻ അമ്മൂമ്മ. അപ്പോൾ ഈ പുള്ളി പറയുന്നത് ഈ പുള്ളീൻ്റെ അമ്മൂമ്മ പണ്ട് തുണികൾ അലക്കാൻ വേണ്ടിയിട്ട് ഈ പുഴയിൽ പോയിട്ടാണ് തുണി അലക്കാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ അമ്മൂമ്മ രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് അലക്കാൻ പോകും. കാരണം അവിടെ പെർഫെക്റ്റ് സ്പോട്ട് കിട്ടാൻ വേണ്ടി. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേനും അവിടെ നിറച്ച ആൾക്കാരായിരിക്കും അലക്കാൻ. ചില സ്ത്രീകൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് അലക്കും, ചില സ്ത്രീകൾ വെള്ളം തൊടാതെ അതിൻ്റെ സൈഡിൽ നിന്ന് അലക്കും. അപ്പോൾ ഈ പുള്ളിയുടെ അമ്മൂമ്മ എന്താ ചെയ്യാന്ന് വെച്ചാൽ അരവരെ വെള്ളം മുങ്ങുന്ന രീതിയിൽ നിന്നിട്ടാണ് അലക്കുന്നത്. അങ്ങനെ പുലർച്ചെ 4 മണിയായി. അമ്മമ്മ എണീറ്റ് തുണി അലക്കാൻ വേണ്ടി പോയി. അപ്പോൾ അമ്മൂമ്മ അടുത്തുള്ള കല്ലിനെ ഫേസ് ചെയ്ത് ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ആളുടെ ബാക്കിലാണെങ്കിൽ ബാക്കിയുള്ള റിവേഴ്സ് ആണ്. അങ്ങനെ ഈ അമ്മമ്മ തുണി അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കും, ഇതിന്റെ പിന്നാലെ ഭയങ്കരമായിട്ടുള്ള സ്ക്രീമിങ്. അമ്മ പറഞ്ഞത് ആ ശബ്ദം ദൂരെ നിന്നാ കേട്ടേന്ന്. പക്ഷേ ലായോറാണയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആളുടെ സൗണ്ട് ദൂരെ നിന്ന് കേൾക്കുകയാണെങ്കിൽ ആൾ അടുത്തുണ്ടെന്ന് അർത്ഥം, അടുത്തുനിന്ന് കേൾക്കുകയാണെങ്കിൽ ആൾ ദൂരെയാണെന്ന് അർത്ഥം. അപ്പോൾ ഈ പുള്ളി പറയും എൻ്റെ ഗ്രാൻഡ്മ ഭയങ്കര സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വുമൺ ആണെങ്കിലും ആ സമയത്ത് ഗ്രാൻഡ്മയ്ക്ക് നല്ല പേടിയായി എന്നാണ്. പക്ഷേ അമ്മൂമ്മയ്ക്ക് തുണി അലക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ആൾ അവിടെ തന്നെ നിന്ന് അത് ഇഗ്നോർ ചെയ്യാൻ നോക്കി, തുണി അലക്കാൻ തന്നെ നിന്നു. പിന്നെ അമ്മമ്മ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ എന്തോ മൂവിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടെന്ന്. ലൈക്ക് ആരോ അടുത്തേക്ക് വരുന്ന പോലത്തെ മൂവിങ് സൗണ്ട്. അപ്പോൾ തന്നെ ഗ്രാൻഡ്മയ്ക്ക് കാര്യം മനസ്സിലായി, ലായോറാണ അവളുടെ തൊട്ട് പിന്നിലാണ് നിൽക്കുന്നത്. കാരണം നേരത്തെ ആളുണ്ടാക്കിയ ശബ്ദം പിന്നെ അമ്മാമ്മ കേട്ടു. പക്ഷെ ഇത്തവണ അമ്മമ്മ റെസ്പോണ്ട് ചെയ്യും. അമ്മാമ്മ പറയും എന്നെ നീ ഇപ്പോൾ ബോദർ ചെയ്യരുത്. അമ്മാമ്മ തിരിഞ്ഞു നോക്കുന്നില്ല, ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ തുണി അലക്കിക്കൊണ്ട് അമ്മാമ്മ പറയാം എന്നിപ്പോൾ ബോദർ ചെയ്യരുത്, ഒന്നില്ലെങ്കിൽ നീ എന്നെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോ എന്ന് പറയും. പക്ഷെ അവരുടെ ഭാഷയിൽ ഒരു ചെറിയ തെറിയൊക്കെ ആഡ് ചെയ്തിട്ടാണ് പറയാം. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. കാരണം തെറി വിളിച്ചേക്കുന്നത് എന്തുണ്ടാവും അറിയില്ല. അമ്മമ്മ ആകെ ടെൻഷനിൽ അന്നാലും തിരിഞ്ഞു നോക്കാതെ കൂളായിട്ട് അഭിനയിച്ച് ഇങ്ങനെ തുണി അലക്കിക്കൊണ്ടിരുന്നു. ഗ്രാൻഡ്മ പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന് ശേഷം ബാക്കിലുള്ള ആ രൂപം അനങ്ങാതെ കുറച്ചു നേരം സ്റ്റില്ലായി നിന്നു എന്നാണ്. പിന്നെ അമ്മമ്മ പറഞ്ഞു അവളിങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് കാണാമല്ലോ, അതിനൊരു ഫിഗർ ആളുടെ അടുത്ത് നിന്ന് നീന്തി നീന്തി ദൂരെ പോയത് അമ്മാമ്മ കണ്ടെത്ര.